കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആയുസ്സായും ആരോഗ്യമായും കൂടെയിരുന്നു. ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കൊച്ചിൻ മഹായിടവക യുവജന സഖ്യ ഞായറായി ആരാധിക്കുന്ന ദിവസമാണ്. CSI ക്രൈസ്റ്റ് ചർച്ച് എളംകുളം കുടുംബത്തിലെ യുവതി യുവാക്കൾക്ക് ഇന്നത്തെ ആരാധനയ്ക്കായി വേർതിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുകയും അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരോടുമുള്ള സ്നേഹത്തെ അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇന്നത്തെ ഏറ്റവും അനുഗ്രഹീതമായ ആരാധനയ്ക്കായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേവാലയത്തിലെ യുവതി യുവാക്കൾ ഇന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ, ആരാധനയ്ക്ക് അവരിലൂടെ നേതൃത്വം പകരുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെയൊക്കെ ആത്മീകമായ വളർച്ചയ്ക്കും മുഖാന്തരമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ ഇന്നത്തെ ആരാധനയിൽ വ്യാപരിക്കണമേ. ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോട് ചേർന്ന് പ്രാരംഭ പാട്ട് പാടാം.
ആരാധന സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ വിധേയത്വ പ്രതിസ്പന്ദനമാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും അതിൽ പങ്കുചേരാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ പിതാവാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി ഒരു യുവാവായിരിക്കെ ജീവൻ നൽകിയ പുത്രനാം ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകലത്തിൻ്റെയും കാര്യസ്ഥനായി നിലകൊള്ളുന്ന ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അനുതാപം. അനുതാപത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. വാക്കുകളേക്കാൾ ധ്യാനം അനുതാപത്തിലേക്ക് നമ്മെ നയിക്കും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതിനാൽ അനുതാപ ഹൃദയത്തോടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഹൃദയങ്ങളെ പകരാം. അനുതാപ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. ആത്മീയ മൂല്യങ്ങളെ ത്യജിച്ച് ലോകസുഖങ്ങളെ ആർജിക്കുവാനുള്ള പ്രയാണത്തിൽ ദൈവത്തെയും പ്രകൃതിയെയും സഹചരെയും നൊമ്പരപ്പെടുത്തിയതോർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. വർണ്ണാഭമായ കെട്ടുകാഴ്ചകളും അശുദ്ധമായ ചിന്തകളും കാരണം ക്രിസ്തീയ വിശുദ്ധിയിൽ നിന്ന് അകന്നുപോയ കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ. കാര്യസാധ്യത്തിനായി നീതിരഹിതമായ പ്രവൃത്തികളും അസത്യത്തിൻ്റെ വഴികളും തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ജീവിതം കളങ്കപ്പെടുത്തിയതിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുതാപ ഹൃദയത്തോടെ ദൈവത്തോടടുത്തു വന്ന നമ്മോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മനിതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കെ നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പരമാർത്ഥ ഹൃദയത്തോട് അനുദപിച്ച് നമ്മെ മനസ്സലിവുള്ള ദൈവം നിർമ്മല ജലം തളിച്ച് പാപവിമോചകരാക്കി. പാപം നീക്കി നിർമ്മലീകരിച്ച ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുവാൻ. ഉൽപ്പത്തി 41 അധ്യായം 37 മുതൽ 43 വരെ. ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമൂരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. അവൻ്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പള്ളിയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തെ സങ്കീർത്തനം 111 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം 111 സങ്കീർത്തനം. സങ്കീർത്തനം 111 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം.
യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരിലുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലുതും അവയിൽ ഇഷ്ടമുള്ളതൊക്കെയും ശോധന ചെയ്യേണ്ടിയുമാകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വെളിപ്പെടുത്തി അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ലേഖന വേദഭാഗം വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. Today's second verse is taken from Philippians chapter 3 verses 1 to 16. Philippians chapter 3 verses 1 to 16. Further, my brothers and sisters, rejoice in the Lord. It is no trouble for me to write the same thing to you again, and it is a safeguard for you. Watch out for those dogs, those evildoers, those mutilators of the flesh, for it is we who are the circumcision. We who serve God by His Spirit, who boast in Christ Jesus, and who put no confidence in the flesh. Though I myself have reasons for such confidence, if someone else thinks they have reasons to put confidence in the flesh, I have more. Circumcised on the 8th day, of the people of Israel, of the tribe of Benjamin, a Hebrew of Hebrews, in regard to the law, a Pharisee, as for zeal, persecuting the church, as for righteousness, based on the law, faultless. But whatever were gains to me, I now consider loss for the sake of Christ. What is more, I consider everything a loss, because of the surpassing worth of knowing Christ Jesus my Lord, for whose sake I have lost all things. I consider them garbage, that I may gain Christ and be found in Him, not having a righteousness of my own that comes from the law, but that which is through faith in Christ, the righteousness that comes from God on the basis of faith. I want to know Christ, yes, to know the power of His resurrection and participation in His sufferings, becoming like Him in His death, and so somehow attaining to the resurrection from dead. Not that I have already obtained all this, or have already arrived at my goal, but I press on to take hold of that for which Christ Jesus took hold of me. Brothers and sisters, I do not consider myself yet to have taken hold of it, but one thing I do, forgetting what is behind and straining towards what is ahead. I press on toward the goal to win the prize, for which God has called me heavenward in Christ Jesus. All of us then who are mature should take such a view of things, and if on same point you think differently, that too God will make clear to you. Only let us live up to what we have already attained. Here ends the lesson. Praise be to thee, O Christ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന
വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെ വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെ ഉള്ള വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്നു പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവ് ഉള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്ക് ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനങ്ങൾ കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ഇവിടെ വിശുദ്ധ സുവിശേഷം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൊച്ചിൻ മഹായിടവക യുവജന സഖ്യ ഞായറായി കൊണ്ടാടുന്ന ഈ പ്രഭാതത്തിൽ നമുക്കായുള്ള ദൈവവചന സന്ദേശം പങ്കുവയ്ക്കുന്നത് CSI ക്രൈസ്റ്റ് ചർച്ച് യൂത്ത് ഫെലോഷിപ്പ് ട്രഷറായിട്ട് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടെസി അലക്സാണ്. ഗായക സംഘം ഗാനം ആലപിച്ചതിനു ശേഷം ഇന്നത്തെ ദൈവവചന സന്ദേശം ടെസി അലക്സ് നമ്മളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും.
കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിക്കുന്ന അടിയനെ അവിടുന്ന് ബലപ്പെടുത്തി കൊള്ളണമേ. വചനം കേൾക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് യുവജന ഞായറാണ്. എന്നെ ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിച്ച ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛനോടും മറ്റു ഭാരവാഹികളോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. യുവജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അവസരമായി ഞാൻ കാണുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യനെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത നമ്മൾ പെർഫെക്റ്റ് ആണെന്നതാണ്. എസ്പെഷ്യലി ഞാൻ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷെ നമ്മൾ ബൈബിൾ മൊത്തം പരിശോധിച്ചാൽ ഇങ്ങനെ അനേകരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ നന്മകളും തിന്മകളും ബൈബിളിൽ വിവരിച്ചിട്ടുമുണ്ട്. അതാണ് ബൈബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ യേശു ഒഴികെ മറ്റാരെയും നമുക്ക് പെർഫെക്റ്റ് ആയി കാണുവാൻ സാധിക്കുന്നില്ല. ജീസസ് ക്രൈസ്റ്റ് വാസ് എ പെർഫെക്റ്റ് സൺ ഓഫ് മാൻ. അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ പെർഫെക്റ്റ് സൺ ഓഫ് ഗോഡ്. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവയും ദൈവത്തോടൊപ്പം നിന്നവരാണ്. പക്ഷെ അവർ അനുസരണക്കേട് കാണിച്ച് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ദൈവം ചോദിച്ചപ്പോൾ ആദാം ഹവയെ കുറ്റം പറഞ്ഞു, ഹവ പാമ്പിനെയും കുറ്റം പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞുകൂടി, ജനം പെരുകി, അതോടൊപ്പം അതിക്രമങ്ങളും പെരുകി. അങ്ങനെയിരിക്കെ ദൈവം ലോകത്തെ ഒരു പ്രളയത്താൽ നശിപ്പിക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ നോഹയോട് ദൈവം ഒരു പെട്ടകം പണിയാനായിട്ട് ആവശ്യപ്പെട്ടു. ആ പെട്ടകത്തിൽ കയറി നോഹയും നോഹയുടെ കുടുംബവും കുറച്ച് ജീവജാലങ്ങളും രക്ഷപ്പെട്ടു. പിന്നീട് പ്രളയമെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായി നോഹ ഒരു യാഗവും കഴിച്ചു. പിന്നീട് നോഹ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മുന്തിരി കൃഷി തുടങ്ങി. പക്ഷെ നോഹ അവിടെ ഒരു ചെറിയ തെറ്റ് ചെയ്തു. മുന്തിരിച്ചാർ അധികമായി കുടിച്ച് തന്റെ ഭവനത്തിൽ നഗ്നനായി കിടന്നു. തന്റെ നഗ്നത കണ്ട് മക്കളിൽ ഒരാൾ ഓടി വന്ന് നോഹയെ പുതപ്പുകൊണ്ട് മറിച്ചു. ഒരു പക്ഷേ കൊച്ചുമകനായ കനാൻ നോഹയെ കളിയാക്കി കാണും. അതിന് നോഹ കനാനിനെ ശപിച്ചു. അങ്ങനെയാണ് കനാന്യരെല്ലാവരും ശപിക്കപ്പെട്ടവരായി മാറിയത്. നമുക്കറിയാം, ഏബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. He was the epitome of faith, the perfect example, I would say. കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോവുക എന്ന് പറഞ്ഞപ്പോൾ ഏബ്രഹാം ഒന്നും നോക്കാതെ ആ ദേശത്തേക്ക് പുറപ്പെട്ടു പോയി. ഇന്നൊരു പക്ഷെ ദൈവം നമ്മളോടാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആരും തന്നെ ആ ദേശത്തേക്ക് പുറപ്പെട്ടു പോവുകയായിരിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലിലെ മണൽത്തരികളെ പോലെയും ഏബ്രഹാമിന്റെ സന്തതികളെ തരുമെന്ന് ദൈവം പ്രോമിസ് ചെയ്തു. അവൻ അതിനായി കാത്തിരുന്നു. അവസാനം സാറയുടെ സമ്മതത്തോടെ തന്റെ ദാസിയായ ഹാഗാറിൽ ഏബ്രഹാമിന് ഇഷ്മായേൽ എന്നൊരു മകൻ ജനിച്ചു. പിന്നീട് ദൈവം പ്രോമിസ് ചെയ്തതുപോലെ തന്നെ സേറായിലൂടെ ഏബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ സന്തതി പരമ്പരകളാണ് ഇന്ന് നമ്മൾ ഇസ്രായേൽ രാജ്യത്ത് കാണുന്ന ജൂതന്മാരായ ഇസ്രായേലിയർ. ഏബ്രഹാമിന്റെ ഈ ഒരു പ്രവൃത്തി കാരണമാണ് ഇന്നും ഇസ്രായേലിയരും ജൂതന്മാരും കൊടും ശത്രുതയിൽ കഴിയുന്നത്. ഇസഹാക്കിന്റെ മക്കളാണ് ഏശാവും യാക്കോബും. വെറും ഒരു കപ്പ് പായസത്തിന്റെ പേരിൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയവനാണ് ഏശാവ്. എന്നാൽ യാക്കോബ് ആകട്ടെ ഏറ്റവും വലിയ സൂത്രശാലി. തന്റെ വൃദ്ധനായ അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം മുഴുവൻ വാങ്ങിയെടുത്തവനാണ് യാക്കോബ്. പിന്നീട് ലാബാനന്റെ തന്റെ അങ്കിളിന്റെ അടുത്തേക്ക് ഓടിപ്പോയതാണ് യാക്കോബ്. വേണമെങ്കിൽ നമുക്ക് യാക്കോബിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻസി ഡ്രസ്സുകാരെന്ന് വിളിക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാബാന്റെ അതിസുന്ദരിയായ മകൾ റാഹേലിനെ സ്വന്തമാക്കുവാൻ യാക്കോബ് 14 വർഷം അടിമവേല ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാം. പിന്നീട് യാക്കോബിന്റെ സൂത്രപ്പണികൾ കൊണ്ട് ലാബാന്റെ മൃഗസമ്പത്ത് മുഴുവൻ അവൻ അടിച്ചു മാറ്റി. ഇതറിഞ്ഞ് ലാബാന്റെ മുഖഭാഗം മാറിയപ്പോൾ ആ മൃഗസമ്പത്തുമായി അവൻ സ്വന്തം അപ്പന്റെ നാട്ടിലേക്ക് ഒളിച്ചോടിപ്പോയി. വഴിമധ്യേ ഒരു ദൈവദൂതനുമായി മൽപ്പിടുത്തം വിളിച്ച് ദൈവദൂതന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം മുഴുവൻ വാങ്ങിയെടുത്തവനാണ് യാക്കോബ്. അവസാനം ദൈവം സഹികെട്ട് യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് നൽകി. ഇന്ന് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികൾ യാക്കോബിന്റെ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഒരിക്കലും അവനെ മാതൃകയാക്കരുത്. ദാവീദിനെ നമുക്കറിയാം. ദൈവത്തിന്റെ മധുര ഗായകനായിരുന്നു ദാവീദ്. പക്ഷെ തന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഊരിയാവിനെ കൊല്ലിച്ച് അവന്റെ ഭാര്യയായ ബേത്ശേബയെ സ്വന്തമാക്കി
അവനും അവിടെ തെറ്റ് ചെയ്തു. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ മാനസാന്തരപ്പെടുത്തിയവനാണ് പത്രോസ്. ശിഷ്യനായ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ പോലും അരയിൽ വടിവാൾ സൂക്ഷിച്ചവനാണ് പത്രോസ്. പക്ഷെ ഉന്നം തെറ്റി യേശുവിനെ പിടിക്കാൻ വന്നവരുടെ കഴുത്ത് വെട്ടുന്നതിന് പകരം കാതാണ് അവൻ നിർത്തിയത്. ആരാണ് ശൗൽ എന്ന പൗലോസ്? ദൈവത്താൽ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ശൗൽ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കിയതാണ്. പിന്നീട് വിശുദ്ധനായ സ്തേഫാനോസിനെ കല്ലെറിയുന്നത് കണ്ട് കൈയടിച്ച് രസിച്ചവനാണ് ശൗൽ. യേശുവിനെ പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഒരു കളങ്കവും ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവനാണ് പഴയ നിയമത്തിലെ യാക്കോബിന്റെ മകൻ ജോസഫ്. ജോസഫും ദൈവവുമായി അനേകം സാമ്യതകളുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ജോസഫ്. യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും നല്ലവനായിരുന്നു ജോസഫ്. യാക്കോബ് തന്റെ ഭാര്യമാരിൽ വെച്ച് റാഹേലിനെ ഏറ്റവും അധികം സ്നേഹിച്ചതിനാൽ തന്റെ മകനായ ജോസഫിനെയും യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം യാക്കോബ് ജോസഫിന് മാത്രം ഒരു വില കൂടിയ നിലയെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാനിടയായി. ഇത് അവന്റെ സഹോദരന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ അവനെ വെറുക്കുവാനായിട്ടിടയായി. ഇന്ന് പല ഭവനങ്ങളിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണുന്നില്ല. പാർഷ്യാലിറ്റി, ഫേവറിറ്റിസം കാണിക്കുന്നു. അതാണ് ഇന്നത്തെ പല ഭവനങ്ങളിലെയും അസ്വസ്ഥതയ്ക്ക് കാരണം. ഇപ്പോൾ എനിക്കൊരു ചെറിയ കഥ ഓർമ്മ വരും. ഒരമ്മയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. ആ 8 മക്കളെയും വളർത്തുന്ന രീതി കണ്ടിട്ട് അവരുടെ നെയ്ബേഴ്സിൽ ഒരാൾ ആ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ മക്കളെ ഒരുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്? ആ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ ഡോണ്ട് ഡിവൈഡ് മൈ ലവ് ബട്ട് ഐ മൾട്ടിപ്ലൈ ഇറ്റ്. ഇന്ന് ഓരോ മാതാപിതാക്കൾക്കും ഇങ്ങനെ പറയുവാനും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒരുപോലെ സ്നേഹിച്ചില്ലെങ്കിൽ ഇന്ന് അവർ പല സ്നേഹം കിട്ടുന്ന മറ്റു പലയിടത്തേക്കും മറ്റു പല വഴികളിലേക്കും തെറ്റിപ്പോകാൻ അതിയായ സാധ്യതയുണ്ട്. നമുക്കറിയാം, ജോസഫ് തന്റെ സഹോദരന്മാർ ആട് മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇത് അവർ അവനെ കൊല്ലുവാനുള്ളൊരു അവസരമായി കണ്ട് ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ആ പൊട്ടക്കിണറ്റിൽ നിന്നും കച്ചവടക്കാർ വഴി ഫറവോന്റെ അകമ്പടിക്കാരനായ പോത്തിഫറിന്റെ വീട്ടിൽ ഒരു അടിമയായി ജോസഫ് എത്തിച്ചേർന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ദൈവം തന്റെ കൂടെയുണ്ടെന്ന് ജോസഫ് അതിയായി വിശ്വസിച്ചു. അതിനാൽ അവന് മനസ്സമാധാനം കിട്ടി. പ്രിയമുള്ളവരെ, ജോസഫിനെ പോലെ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും വന്നപ്പോൾ ജോസഫ് ദൈവത്തെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. കാരണം ജോസഫിന് അറിയാമായിരുന്നു ദൈവം എല്ലാം തന്നെ നന്മയ്ക്കായാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പാടുവാനായിട്ട് സാധിക്കും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. So when you have to confront hardships, dilemmas and temptations in your life, please be determined like Joseph, that your Creator is always walking along with you. ഇവിടെ ജോസഫിന്റെ കൂടെ യഹോവയുണ്ടെന്ന് പോത്തിഫർ അറിഞ്ഞിട്ട് അവന്റെ കൂടാരത്തിന്റെ കാര്യസ്ഥനാക്കി ജോസഫിനെ. താൻ വന്നു കയറിയപ്പോൾ മുതൽ പോത്തിഫർ അനുഗ്രഹിക്കപ്പെട്ടു. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ കുടുംബം തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും, സംശയമില്ല. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, പക്ഷെ ഇന്ന് പല ഭവനങ്ങളിലും യുവാക്കൾ തങ്ങളുടെ ഭവനത്തിന് ഒരു അനുഗ്രഹം വാങ്ങേണ്ടതിന് പകരം ശാപമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സമൂഹവും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾക്കറിയാമോ, സുന്ദരനായ ജോസഫിനെ വശീകരിക്കുവാൻ പോത്തിഫറിന്റെ ഭാര്യയെ ശ്രമിച്ചിട്ടും ജോസഫ് ഒരു യൗവനക്കാരനായിരുന്നിട്ട് പോലും ആ തെറ്റിൽ നിന്ന് വഴുതി മാറി. He refrained from falling into sin even though it was his appropriate time. മറ്റുള്ളവരോട് ചെയ്യുന്ന തെറ്റ് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് അവൻ കരുതി. And he knew that it would displease Almighty God.
പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് സാത്താനാൽ വശീകരിക്കപ്പെട്ട് അനേകം തെറ്റുകളിലേക്ക് വഴുതി പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറണം. We should program ourselves to overcome the temptations once it is prompted. അറിയാത്തത് ചെയ്ത് നമ്മൾ ഒരിക്കലും ദൈവത്തെ സങ്കടപ്പെടുത്തരുത്. പൗലോസിനെ പോലെ തെറ്റ് എവിടെ കണ്ടാലും തിരുത്തുവാനുള്ള ഒരു ശക്തി, കറേജ് നമുക്കുണ്ടായിരിക്കണം. ലെറ്റ്സ് ബി എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ് by confessing our sins before the Lord. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത് ഇൻ ദിസ് കണ്ടംപററി വേൾഡ്. ഇന്നത്തെ ലോകത്തിലെ യുവജനങ്ങളുടെ ആത്മീയത. ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ യുവജനങ്ങൾക്ക് മാതൃകയാക്കുവാൻ ആരെയും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. പാരൻസ്, ടീച്ചേഴ്സ്, ലീഡേഴ്സ്, കമ്പാനിയൻസ്, റൂളേഴ്സ്, ഇവരിലൊന്നും ഒരു അതിയായ മാതൃകയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവരൊക്കെ COVID-19 എന്ന ഈ പാൻഡമിക്കിൽ പോലും ദൈവത്തിൽ അഭയം തരാൻ തയ്യാറാവാത്തവരാണ്. വളരെ വേദനയോടെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇന്ന് ലോകം സാത്താനെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കും. 1960 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ആദ്യമായി സേറ്റാനിക് ബൈബിൾ രചിക്കപ്പെട്ടത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സേറ്റാനിക് വേർഷിപ്പും കണ്ടുവരുന്നത്. ഒരുപക്ഷെ അതിനാലാവാം അമേരിക്കയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ COVID-19 മൂലം ബാധപ്പെടുന്നത്. ഈയിടെ ഒരു കാറിന്റെ പുറകിൽ ഡെവിൾ ഇൻസൈഡ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനിടയായി. അപ്പോൾ ഡെവിളിനെ ഒന്ന് കാണാനല്ലോ എന്ന് കരുതി ഞാൻ ആ കാറിന്റെ അടുക്കലേക്ക് പോയപ്പോൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ തന്റെ രൂപം വികൃതമാക്കി അതിനുള്ളിൽ ഇരിക്കുന്നത് ഞാൻ കാണാനിടയായി. ഇന്ന് യുവജനങ്ങൾ വഴിതെറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന കാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലും ദൈവിക കാര്യങ്ങളിലും അവരുടെ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. Spirituality and divinity are something that we are least interested in, not a cup of tea. ചിലർ അറിവുകളും ഡോക്ടറേറ്റുകളും നേടുന്തോറും അവരുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശാസ്ത്രത്തിനും വലുതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വളർന്ന ശാസ്ത്രത്തിന് ഒരു ചെറിയ കൊറോണ വൈറസിനെ പോലും തടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മനുഷ്യൻ എത്ര നിസ്സാരമെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ദൈവം മനുഷ്യനെ കൊണ്ട് സഹി കെട്ടിട്ടായിരിക്കാം നമ്മുടെ വാ പോലും മൂടി നമ്മളിൽ നിന്ന് നടക്കേണ്ടി വരുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ യുവജനങ്ങളെ, നമ്മൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്നു. നമ്മുടെ ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാം വാക്യം. എക്ലീസിയാസ്റ്റിക്സ് ചാപ്റ്റർ 12 വേഴ്സ് 1. യൗവനക്കാര, നീ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക. നീ യൗവനത്തിൽ കാണിക്കുന്ന തീഷ്ണതയാണ് ദൈവം ഏറ്റവും കൂടുതൽ മാനിക്കുന്നത്. ഇയ്യോബിനെ പോലെ ഇന്റൻസീവ് ഫെയ്ത്ത് നമുക്കും നേടുവാനായിട്ട് സാധിക്കും. ഈ കാലം മാറും, ഈ പ്രതിസന്ധികളും മാറും തീർച്ച. നമ്മുടെ മനോഭാവം മാറി നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് വന്നാൽ ദൈവം നമ്മളോട് ക്ഷമിച്ച് തീർച്ചയായും നമ്മളെ ഈ പാൻഡമിക്കിൽ നിന്ന് രക്ഷിക്കും. അനേകർ ഈ ലോകത്തിൽ നിന്ന്, ഈ സിറ്റുവേഷനിൽ, ഈ സിനാരിയോയിൽ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ ദൈവം ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. So shall we glorify the name of our Almighty God? Are you ready, my brothers and sisters? Let's be a blessing to our home and society as well. Shall we pray? ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വളരുവാനും അത് ബലം തരുവാനും ഞങ്ങളെ യുവജനങ്ങളെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് സഹായിക്കുന്നു. അവസാനമായി എന്നെ ഈ വചനം പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ച എൻ്റെ ഗ്രാൻഡ് ഫാദർ ജോൺ കെ ജോർജ് അപ്പച്ചനോടും ഒരിക്കൽ കൂടി എന്നെ ഈ വചനം വിശ്വസിച്ചേൽപ്പിച്ച ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛനോടും എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. യുവജനങ്ങൾ എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിനെ എങ്ങനെ മാതൃകയാക്കണമെന്ന് തൻ്റെ ദൈവവചന സന്ദേശത്തിലൂടെ നമ്മളുമായി പങ്കുവെച്ച ടെസി അലക്സിനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് യുവജന പ്രസ്ഥാനത്തിനു വേണ്ടിയും ക്രൈസ്റ്റ് ചർച്ച് ഇടവകയ്ക്ക് വേണ്ടിയും അറിയിക്കുന്നു. ദൈവവചന സന്ദേശം ശ്രവിച്ച എല്ലാവർക്കും
പ്രസ്തുത ചിന്തകൾ ദൈവാനുഭവത്തിൽ വളരുന്നതിന് ഇടയായിത്തീരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവവചന സന്ദേശം അറിയിച്ച ടെസ്സിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിന കന്യാമറിയാമിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പെന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ യുവജന സഖ്യത്തിൽ നിന്നും ഗോഡ് വിൽ മേക്ക് എ വേ എന്ന സുപ്രസിദ്ധമായ ഗാനം ഡോൺ മോയൻ വെർഷൻ വെർച്വൽ വീഡിയോ ആയി അവതരിപ്പിക്കുന്നു. Make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day. He will make a way. He will make a way. God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day. He will make a way. He will make a way. By the roadway in the wilderness, He'll lead me. Heaven and earth will fade, but His word will still remain. He will do something new today. God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day. He will make a way. He will make a way. With love and strength for each new day. He will make a way. He will make a way. ഇന്നത്തെ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ
പ്രിയങ്ക ജോൺ, റൊണാക് സ്റ്റീഫൻസൺ ജേക്കബ്, മധു ജെയിംസ്, പ്രഭ സാലി, ഏബൽ ഫിലിപ്പ് മാത്യു, അന്നമ്മ ജെയിംസ്, ഡോക്ടർ ലൂയി സാമുവേൽ, സുനിൽ ജെ മാത്യു, ബിനു ഫിലിപ്പ്, ലിലിയാൻ ദീപു ജോൺ, ഷിജോ അലക്സ്, ലീല തോമസ്, അനിത ജി അലക്സാണ്ടർ, എയ്റൻ ടെനിസൺ, പി ലില്ലി മേരി, കെസിയ എസ്റ്റർ കോശി. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ ഫിലിപ്പ് സി ജോർജ്, ലേയ ജോർജ്, വിപിൻ റോബിൻസൺ. വിവാഹ വാർഷികം മിസ്റ്റർ പ്രശാന്ത് എബ്രഹാം തോമസ് ആൻഡ് മിസ്സിസ് ലിബിക ജോൺ വർഗീസ്. ഇന്ന് വിവാഹ വാർഷികം ഡോക്ടർ ലൂയി സാമുവേൽ ആൻഡ് മിസ്സിസ് ഡോക്ടർ എലിസബത്ത് സാമുവേൽ. ഇപ്പോൾ ഗായക സംഘം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവർക്കുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പേയുള്ള പ്രത്യേക ഗാനം ആലപിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഒരു വർഷം കൂടി നിൻ്റെ മക്കൾക്ക് നൽകിയ കൃപയോർത്ത് അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തെ കർത്താവേ മരുഭൂപ്രയാണത്തിൽ പകലിൻ്റെയും രാത്രിയുടെയും അനുഭവത്തിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും അനുഭവമായി കാത്തു സൂക്ഷിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ചും ലോകം മുഴുവനും ഒരു പകർച്ചവ്യാധിയൊക്കെയുള്ള ഈ സമയത്തും അഗ്നിയുടെയും മേഘത്തിൻ്റെയും അനുഭവമായി ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ചവരെ കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് അവരോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞൊരു വർഷം ദൈവം അവരെ വരാമാകുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചുവല്ലോ. പുതിയ വർഷത്തിലും എല്ലാ ദൈവ നന്മ കൊണ്ടും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഓരോ വാക്യത്തിനും പ്രതിവാക്യമായി ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ലോകമാകെ COVID-19 വ്യാപനത്താൽ പ്രയാസപ്പെടുന്നു. അനേകർ മരണപ്പെട്ടിരിക്കുന്നു. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ശമിക്കുവാനും വളരെ വേഗത്തിൽ ഇതിന് മരുന്ന് കണ്ടെത്തുവാൻ ഇടയാക്കുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ യുദ്ധസമാനമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അശാന്തിയുടെ ഇടങ്ങളാകാതെ സമാധാനം നിലനിൽക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ മഹാ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അഭിവന്ദ്യ BN ഫെൻ തിരുമേനിയെയും ജനറൽ സെക്രട്ടറി റവറൻ ഷിനു ജോൺ ചാക്കോ, യുവജന പ്രവർത്തകൻ രഞ്ജു മാത്യു, യുവജന ബോർഡ് അംഗങ്ങൾ, ഏരിയ യൂണിറ്റ് തല ഭാരവാഹികൾ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരത്തിലേൽപ്പിക്കാം. സ്കൂളിലും കോളേജുകളിലും അവർ നിലകൊള്ളുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിലകൊള്ളുന്ന സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ സന്തോഷത്തോടെ പങ്കുചേരുന്നതിനും ദൈവരാജ്യത്തിൻ്റെ വർധനവിനായി പ്രവർത്തിക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്കായും പട്ടാളക്കാർ, പോലീസ്, ആതുര ശുശ്രൂഷകർ, ആതുര സ്ഥാപനങ്ങൾ ഇവരെയൊക്കെ സത്യത്തിലും നീതിയിലും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ശാന്തമായി ആരാധിക്കുന്ന സാഹചര്യത്തിൽ അതിന് സാധിക്കാതെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി കഴിയുന്ന വ്യത്യസ്ത മതവിശ്വാസികളുണ്ട്. മതമൗലികവാദം, വർഗീയത, ഫാസിസം എന്നിവ കൊടുകുത്തി വാഴുന്ന രാജ്യങ്ങൾക്കായി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയ്ക്കായി നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമുണ്ട്. സമകാലീന ലോകത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ദുഃഖത്തിലേക്ക് പോകാതിരിക്കാനും സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സഭ, സമൂഹം, ഭരണാധികാരികൾ, കുടുംബം, നല്ല പ്രകൃതി എന്നിവയ്ക്കായി നന്ദി കരയേറ്റുന്നു. അങ്ങയുടെ അരികിൽ വന്ന് ആത്മീയത എന്തെന്ന് മനസ്സിലാക്കി അന്യോന്യം പങ്കിടാനും അനേകരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനും സഹായിക്കണമേ. എല്ലാ മഹിമയും ബഹുമാനവും വന്ദനവും അങ്ങേക്ക് കരയേറ്റുന്നു. സ്തോത്ര വഴിപാട് അർപ്പിക്കുന്നതിന് മുൻപേയുള്ള പാട്ട് ഗായക സംഘത്തോട് ഒരുമിച്ച് നമുക്ക് പാടാം. നാം ഭവനങ്ങളിലായിരിക്കുന്നു. നമ്മെ തന്നെ ദൈവസന്നിധിയെ സമർപ്പിക്കുന്ന സമയമാണല്ലോ. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു പാട്ടിൽ ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആയിരിക്കാം. Sadhu
പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്ന സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം ഭയാനകരമായി തീരുകയാണ്. കൊറോണ എന്ന വൈറസിനാൽ അനേകർ മരിച്ചു കഴിഞ്ഞു. അനേകർക്ക് ജോലി നഷ്ടമായി. വ്യക്തികളും സമൂഹവും സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഭയപ്പെടാതെ യോസഫിനെ പോലെ നിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാനും പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖിതനായി മടങ്ങിപ്പോകാതെ ഞങ്ങൾക്കുള്ള നന്നായി വിനിയോഗിപ്പാനും ഞങ്ങളുടെ ഞങ്ങളെയും അങ്ങയോട് ചേർന്നിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഈ സമകാലീന ലോകത്തിൽ ആത്മീയതയിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും പ്രത്യേകിച്ച് യുവതിയുവാക്കളുടെ മേലും ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യുവജന സഖ്യ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം കൃപ ചെയ്തു. ആയുസ്സും ആരോഗ്യവും ചെയ്ത ദൈവത്തെ ഓർത്ത് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മുടെ ഭവനങ്ങളിലും വിദൂരങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് ആരാധനയിൽ പങ്കുകൊള്ളുവാനായിട്ട് ഒരുക്കിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്നത്തെ യുവജന സഖ്യ ആരാധനയിലും വേദപുസ്തക വായനയിലും ദൈവവചന സന്ദേശത്തിലും നമ്മളോട് കൂടെയായിരുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വെർച്വൽ കൊയറിനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. ഒരിക്കൽ കൂടി ക്രൈസ്റ്റ് ചർച്ചിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളായ
സെക്രട്ടറിമാർ, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, യൂത്ത് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ചുമതലക്കാർ എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മുതൽ 12:30 മണിവരെ അതാത് ഭവനങ്ങളിൽ നടത്തുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പകർച്ചവ്യാധിയിൽ നിന്ന് ഈ ദേശത്തെയും ലോകത്തെ മുഴുവനും ദൈവ നിയന്ത്രണത്തിലാക്കി സൗഖ്യാനുഭവത്തിൽ വരുത്തുന്നതിനു വേണ്ടിയുള്ള ആ ഒരു ചെറിയ കൂട്ടത്തിൻ്റെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീജനസഖ്യം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നമ്മുടെ സഹോദരിമാർ, അമ്മമാർ വേർതിരിക്കുന്നു എന്നുള്ളതിലും അതിയായ സന്തോഷമുണ്ട്. വേദപുസ്തക പഠനത്തിനും കുടുംബത്തെ നേരായി നയിക്കുന്നതിനും ആ ഒരു ഉദ്യമം ഏറ്റവും അനുയോജ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന ഗാനം ഗായക സംഘത്തോട് ചേർന്ന് പാടാം. നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം.